അപ്പോൾ ഇന്ന് മഹാശിവരാത്രിയാണ്. ശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു. പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങളാണ് ആലുവയിലേക്ക് എത്തുക. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ആഘോഷം. 7 ലക്ഷത്തോളം പേരെയാണ് ഇത്തവണ ബലിതർപ്പണത്തിനായി പ്രതീക്ഷിക്കുന്നത്. ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, ആലുവ മണപ്പുറം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞോ? തീർത്ഥാടകരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച വിവരങ്ങൾ കൂടി പറയാമോ? സേതുലക്ഷ്മി, തീർച്ചയായും ആലുവ മണപ്പുറം അത് ശിവരാത്രി ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഭക്തജനങ്ങൾ രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ ഭക്തജനങ്ങൾ ആലുവ മണപ്പുറത്തേക്ക് ശിവക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അവർ ബലിതർപ്പണ ചടങ്ങുകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ അത് ഇനി പുരോഗമിക്കും. കാരണം ഈ രാവിലെ മുതൽ തന്നെ ആളുകൾ മണപ്പുറത്തേക്ക് എത്തി ഇവിടെ ഉപവാസം അനുഷ്ഠിച്ച് നാളെ പുലർച്ചെ മടങ്ങിപ്പോകുന്ന തരത്തിലാണ് ഭക്തജനങ്ങൾ ഈ ആലുവ ശിവരാത്രിക്ക് എത്തുന്നത്. ശിവരാത്രിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ വ്രതമാണ്. അതായത് തലേന്ന് മുതൽ തന്നെ, ഇന്നലെ മുതൽ തന്നെ അരിയാഹാരം അടക്കം ഉപേക്ഷിച്ച് ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ഉണർന്ന് കുളിച്ച് ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നാളെ രാവിലെ വരെ, നാളെ സൂര്യോദയം വരെ നീണ്ടു നിൽക്കുന്ന ഉപവാസം തുടരുക. എന്തായാലും ഇന്ന് രാത്രി മുഴുവൻ രാത്രി ഉറക്കമുളച്ച് ശിവപൂജ ചെയ്തും നാമം ജപിച്ചും ഇങ്ങനെ ആലുവ മണപ്പുറത്ത് 10,000-കണക്കിന് ആളുകൾ കഴിഞ്ഞുകൂടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും അതിനോടൊപ്പം തന്നെ ഇന്ന് 10 മണി മുതൽ തന്നെ ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഭക്തജനങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ വന്ന് ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാനും മടങ്ങാനും ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത ക്രമീകരണങ്ങൾ അടക്കം അത്തരത്തിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശിവരാത്രി ദിവസം രാത്രി 12 മണിയോട് നടക്കുന്ന ശിവരാത്രി വിളക്കിന് ശേഷമാണ് പ്രധാനപ്പെട്ട ബലിതർപ്പണ ചടങ്ങുകൾ നടക്കാറുള്ളത്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഇന്നും ഇന്നലെയും നാളെ രാവിലെ ഒരു 10 മണി വരെയുള്ള സമയങ്ങളിൽ തുടരുമെന്നുള്ളതുമുണ്ട്. എന്തായാലും ഇത്തവണ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഉള്ള തറകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആ തറകളിൽ ശാന്തിമാരെത്തി രാവിലെ മുതൽ തന്നെ അതിൻ്റെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 116 ബലിത്തറകളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ബലിത്തറകളുടെ നിർമ്മാണമൊക്കെ നേരത്തെ ആരംഭിക്കുകയും മറ്റും ചെയ്തിരുന്നു. അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആലുവ മണപ്പുറം ഉള്ളത്. ശാന്തിമാരെത്തി ബലിതർപ്പണ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ശാന്തിമാർ ഇങ്ങനെ എത്തിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു. എന്തായാലും രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ ഒരു വലിയ തിരക്കുണ്ടല്ലേ? രാവിലെ മുതൽ തിരക്കുണ്ട്. എങ്ങനെയാണ് സാധാരണ നമുക്കറിയാം, ഇന്നിപ്പോൾ നാളെ പുലർച്ചെ വരെ നീളും. എല്ലാവർക്കും, വരുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ എത്തി തർപ്പണം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഇന്ന് രാവിലെ മുതൽ നാളെ രാവിലെ വരെ ഉണ്ട്. അത് എത്ര ആൾക്കാർ വന്നാലും അത് ഫുള്ള് നടത്തേണ്ട സജ്ജീകരണം എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 117 ബലി തർപ്പണ തറകളുണ്ടല്ലേ? 117 തറകളുണ്ട്. അതിനുശേഷം ചടങ്ങുകൾ നിർവഹിക്കാൻ ആലുവ പുഴയിലുള്ള സജ്ജീകരണം നമ്മൾ നോക്കാൻ കാരണം അത് കൃത്യമായി കെട്ടിത്തിരിച്ച് ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസമൊന്നുമില്ലാതെ ആ രീതിയിൽ തന്നെ അത് നിർവഹിക്കാനുള്ള ഒരു കാര്യം. ഇപ്പോൾ ആലുവ നടപ്പാലം നടന്ന ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് കാണാം. നമുക്കറിയാം, ഒരു 10-15 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് താൽക്കാലികമായി മുളങ്കമ്പുകൾ കൊണ്ട് നിർമ്മിക്കുന്ന പാലമായിരുന്നു. ശിവരാത്രി ആഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ അതായിരുന്നു. കാരണം ഈ ആലുവയ്ക്ക് കുറുകെ ഇങ്ങനെ മുളങ്കമ്പുകൾ ഇട്ട് താൽക്കാലികമായി പാലം നിർമ്മിക്കുകയും വള്ളങ്ങളെല്ലാം ഇങ്ങനെ വന്ന് സുരക്ഷയ്ക്കായി കിടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു നമുക്ക് ആ ഒരു രീതിയിൽ കാണാൻ കഴിയുക. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ കോൺക്രീറ്റ് പാലം വന്നു. ആ പാലം വഴി ആളുകൾക്ക് ആലുവ മണപ്പുറത്തേക്ക് നടന്നു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു. ബലിതർപ്പണ ചടങ്ങുകളൊക്കെ അവിടെ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആസിഫ് മുഹമ്മദ്.